ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ്. ഇന്ന് നമ്മൾ മാമ്പഴം പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ മാമ്പഴം സുലഭമായി ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു കൊല്ലത്തേക്കൊക്കെ ഇത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പ്രിസർവ് ചെയ്ത് ഫ്രീസറിൽ വെക്കാം. അതിന് വേണ്ടുന്നതായിട്ട് ഞാൻ 2.5 കിലോ മാങ്ങയോളമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഞെട്ടി കളഞ്ഞ് തൊലി ഉരിച്ച്, പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വേപ്പില, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ വേണ്ടു. ഇത് നമുക്കത് പാചകം ചെയ്ത് പ്രിസർവ് ചെയ്ത് എങ്ങനെ വെക്കുമെന്ന് നോക്കാം. മാമ്പഴം ഇങ്ങനെ ഞെട്ടി കളഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ തോല് കളഞ്ഞ് വെച്ചാൽ മതി. ഇങ്ങനെ എല്ലാ തൊലി കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. തൊലിയൊക്കെ വെടുപ്പാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു 2 കിലോ മാങ്ങയുണ്ടാവും. അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 4 പച്ചമുളക് അരച്ചത്, വേപ്പില, 1 കപ്പ് വെള്ളം. ജസ്റ്റ് ഒന്ന് ഇളക്കി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചേർക്കേണ്ടത്. നല്ലപോലെ ഇളക്കി ചേർക്കാം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്യും. മാമ്പഴമെല്ലാം നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ട്. മൂടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റോളം വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കിയിടണം. മാമ്പഴം ഒരുവിധം വെന്തിട്ടുണ്ട്. തുറന്നിട്ടിട്ട് വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ മാമ്പഴം ഇവിടെ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം. അതിനുശേഷം നല്ലപോലെ ചൂടാറിയിട്ട് വേണം നമുക്ക് സിപ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാട്ടുമാങ്ങയാണ്. ഇരിഞ്ഞാലക്കുടയിൽ ഇതിന് നീരുകുടിയൻ, ചപ്പിക്കുടിയൻ എന്നൊക്കെ പറയും. മാമ്പഴം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ ഗ്രേവിയൊക്കെ വറ്റിയിട്ടൊന്ന് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് പോളിത്തീൻ കവറുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു കറിക്ക് വേണ്ട മാമ്പഴം ഒരു 5-6 മാമ്പഴമാണ് ഞാൻ കറിക്ക് വേണ്ടി എടുക്കുക. അപ്പോൾ ഒരു 5-6 മാമ്പഴം ഒരു കവറിലാക്കുക. അപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോഴും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ കവറിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. 5 സിപ്ലോക്ക് കവറിലാക്കിയിട്ടുണ്ട്. ഇത് നേരെ ഫ്രീസറിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമാകുമ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലരും ഇത് ചെയ്യുന്നവരാവും. ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ്. താങ്ക് യു.